ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നെറ്റ് എക്സാമിന് വേണ്ടി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളുടെ ലോ എന്ന് പറയുന്നത്. ലോയ്ക്കകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പനി ലോ അല്ലെങ്കിൽ എന്താണ് കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യനുകൾ പലപ്പോഴും പലരും എന്ത് ചെയ്യാറുണ്ട്, വളരെയധികം കൺഫ്യൂസിങ് ആകാറുണ്ട്. അപ്പോൾ ആ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അവസാനമുള്ള MCQs നമ്മളോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. വളരെയധികം പ്രാധാന്യമുള്ള ഒരു എക്സാമാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് JRFലേക്കൊക്കെ എത്തണമെങ്കിൽ നമ്മൾ A to Z കാര്യങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവനായി കാണാനും അതിൻ്റെ MCQs വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. Companies Act 2013. Companies Act 2013 എന്ന് പറഞ്ഞാൽ Companies Act 2013 was enacted to consolidate the law relating to the companies. The Companies Act 2013 was preceded by the Companies Act 1956. നമുക്കറിയാം നേരത്തെയൊക്കെ എന്താണ് കമ്പനികൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആക്ട് എന്ന് പറയുന്ന കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഇതിനെ പ്രീസീഡ് ചെയ്തുകൊണ്ട് വന്ന പുതിയ ഒരു കമ്പനീസ് ആക്ട് ആണ് ഇതെന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഇത് കൺസോളിഡേറ്റ് ചെയ്യാണ്, അമെൻഡഡ് ദ ലോ റിലേറ്റിംഗ് ടു ദ കമ്പനീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലോകളെല്ലാം അമെൻഡ് ചെയ്ത് പുതിയതായിട്ട് ഫോം ചെയ്ത് വന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഇത് എന്തിനെ പ്രീസീഡ് ചെയ്ത് വന്നതാണ്? കമ്പനീസ് ആക്ട് 1956 പ്രീസീഡ് ചെയ്ത് വന്നതാണ്. Due to the change in the national and international economic environment and to facilitate the expansion and growth of our economy, the central government decided to replace the Companies Act 1956 with the new legislation. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക് എൻവയോൺമെന്റ്, നമ്മുടെ നാഷണൽ ആയിട്ടുള്ളതും ഇന്റർനാഷണൽ ആയിട്ടുമുള്ള എക്കണോമിക് എൻവയോൺമെന്റിന്റെ അകത്തെ ചേഞ്ചസ് അല്ലെ, നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റിന്റെ അകത്ത് ചേഞ്ചസ് വന്നു. to facilitate the expansion and growth of our economy. അപ്പോൾ ഈ രീതിയിലുള്ള ചേഞ്ചസുകൾ, അതായത് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും നമ്മളുടെ എന്താണ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എക്കണോമിക് എൻവയോൺമെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നമ്മളുടെ എക്കോണമിയെ ബാധിക്കും അല്ലെ, നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിനെയും എക്സ്പാൻഷനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡഡ് ടു റീപ്ലേസ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് എന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? കമ്പനീസ് ആക്ട് 1956 റീപ്ലേസ് ചെയ്യാനായിട്ട് ആര് തീരുമാനിച്ചു? സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ച് റീപ്ലേസ് ചെയ്ത് വന്ന ഒന്നാണ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013. ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഏതനുസരിച്ചാണ്? കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് അല്ലെ, 2013 അനുസരിച്ചാണ് എന്ത് പോകുന്നത്? കമ്പനീസ് ആക്ട് പോകുന്നത്. ഇനി എന്താണ് ഇത്? കമ്പനീസ് ആക്ട് 2013 കണ്ടൈൻസ്, മസ്റ്റ് ആയിട്ട് പഠിച്ചോണേ, എത്രയാണുള്ളത്? 470 സെക്ഷൻസ് ആൻഡ് 7 ഷെഡ്യൂൾസ്. എത്രയാണ്? 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും 29 ചാപ്റ്ററുകളുമാണ് ഏതിലുള്ളത്? കമ്പനീസ് ആക്ട് 2013 മാറിപ്പോരുത്, എണ്ണം കൃത്യമായിട്ട് ഓർത്തോണം. എത്രയാണ്? 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും 29 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. ഇത് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദിസ് ആക്ട് ഈസ് ഇൻ ദ ഫോം ഓഫ് കമ്പനീസ് റൂൾസ്. ബാക്കിയുള്ളതെല്ലാം കമ്പനീസ് റൂൾസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കമ്പനീസ് ആക്ട് 2013 കണ്ടൈൻസ് 470 സെക്ഷൻസ് ആൻഡ് 7 ഷെഡ്യൂൾസ്. ദ എൻറ്റയർ ആക്ട് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു, ആക്ടിനെ മൊത്തത്തിലായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന 29 ചാപ്റ്ററുകളായിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദ കമ്പനീസ് ആക്ട് 2013 എയിംസ് ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 എയിം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്, സിംപ്ലിഫൈ ദ റെഗുലേഷൻസ്, സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒന്നുമില്ല, ഈ ഒരു എന്താണ് കമ്പനീസ് ആക്ട് 2013 മെയിൻ ആയിട്ടും എയിം ചെയ്യുന്നതെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, റെഗുലേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ തന്നെ മൈനോറിറ്റികളുടെ ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഈ കമ്പനീസ് ആക്ട് 2013 ഫോക്കസ് ചെയ്യുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ലെജിസ്ലേറ്റ്സ് ദ റോൾ ഓഫ് ദി വിസിൽ ഹോൾഡേഴ്സ്. വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്. വിസിൽ ബ്ലോഗേഴ്സിന്റെ
എന്താണ് റോളൊക്കെ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതായത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ കമ്പനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരാതികൾ നൽകണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് കണ്ടുപിടിക്കുകയും അത് ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അസസ് ചെയ്യാനായിട്ട് അല്ലെ പ്രോപ്പറായിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 എയിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കമ്പനീസ് ആക്ട് 2013 എയിംസ് ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്രൂവ് ചെയ്യുക, സിംപ്ലിഫൈ ദ റെഗുലേഷനുകൾ സിംപ്ലിഫൈ ചെയ്യുക, സ്ട്രെങ്തൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഡെഫിനിഷൻ എന്താണ്? എന്താണ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. കമ്പനിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ അസോസിയേഷൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമപരമായി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, കമ്പനി ആസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അതായത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി, നിയമങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി, വിത്ത് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആൻഡ് പെർപെച്വൽ എക്സിസ്റ്റൻസ് ആൻഡ് കോമൺ സീൽ. അതിന് എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, അതിന് എന്താണ് പ്രത്യേകമുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, അതുപോലെ ഒരു കോമൺ സീലും ഉണ്ട്. ദ കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ടിന്റെ 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഡിഫൈൻസ് എ കമ്പനി as one formed under this act earlier companies law. അതായത് ഏതെങ്കിലും ഒന്നെങ്കിൽ കമ്പനീസ് ആക്ട് 2013 എന്താണ് സെക്ഷൻ 2 സെക്ഷൻ 20 അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ് മറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലോ അനുസരിച്ച് അണ്ടറിൽ വരുന്നവയാണ് ഏതെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒന്നായിരിക്കും ഏതെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, കമ്പനിയുടെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം കോമൺ സീൽ എന്ന് നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷൻ്റെ അകത്ത് പറഞ്ഞു, അതെന്താണെന്ന് നോക്കാം. എ കമ്പനി ബീയിങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ നീഡഡ് എ കോമൺ സീൽ ടു സൈൻ ദ ഒഫീഷ്യൽ ഡോക്യുമെന്റ്. അപ്പോൾ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഈ ലീഗൽ ഡോക്യുമെന്റിലൊക്കെ സ്വന്തമായിട്ട് ഒപ്പിടാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു സൈൻ ആയിട്ട് ലീഗൽ ഡോക്യുമെന്റിൽ കമ്പനിക്ക് സിഗ്നേച്ചർ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, കോമൺ സീൽ എന്ന് പറയുന്നത്. എ കമ്പനി ബീയിങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ നീഡഡ് എ കോമൺ സീൽ ടു സൈൻ official document. However, the Companies Act Companies Amendment Act 2015 ഈ കമ്പനീസ് ആക്ടിന്റെ അമെൻഡ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് 2015 അമെൻഡ്മെന്റ് പ്രകാരം മെയ്ഡ് ദിസ് കോമൺ സീൽ ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ കോമൺ സീല് ഓപ്ഷണൽ ആയതെന്നാണ്, ഇതാണ് കമ്പനീസ് അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. ആ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തത് ഏതാണ് 2015. ആ ഒരു 2015 അമെൻഡ് പ്രകാരം എന്താണ് ഈ കോമൺ സീൽ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷണൽ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ് ബേസ്ഡ് ഓൺ ലൈബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഹിയർ ദ ലൈബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ദെയർ ഷെയർസ്. അതായത് അവരുടെ ഷെയറിൽ അൺപെയ്ഡ് ആയിട്ട് എത്രയാണോ എമൗണ്ട് അത്ര മാത്രമായിരിക്കും അവർക്ക് എന്തുണ്ടായിരിക്കുന്നത്, ലൈബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലൈബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് എങ്കിൽ അവർ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയറുകൾക്കകത്ത് എത്രത്തോളം അവർ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടോ അത്രത്തോളം അവർ ലൈബിൾ ആയിരിക്കും എന്ന് പറയുന്ന കമ്പനികളാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ എഗ്രീസ് ടു കോൺട്രിബ്യൂട്ട് ഇൻ ദ കേസ് ഓഫ് ദി കമ്പനീസ് വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം എമൗണ്ട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു കൊള്ളാമെന്ന് എന്നാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം അവർ ലൈബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അവർ എത്രയാണോ ഗ്യാരണ്ടി ചെയ്തത് അത്രത്തോളം അവർക്ക് ലൈബിലിറ്റി ഉണ്ടായിരിക്കും. ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു, ഇത് അവരുടെ ലൈബിലിറ്റി ലിമിറ്റ് ചെയ്തേക്കുന്ന എവിടെ വരെയാണ്, എമൗണ്ട് ദേ എഗ്രി, അവർ എത്രയാണോ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അത്രത്തോളം എമൗണ്ടിന് അവർ ഗ്യാരണ്ടി ആയിരിക്കും. അത്തരത്തിലുള്ള കമ്പനിയാണ് എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്.
ഇനി അടുത്താണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ there is no limit to the liability of its members. ഈ ഒരു കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലൈബിലിറ്റിക്ക് യാതൊരു രീതിയിലുള്ള ലിമിറ്റും ഇല്ല. there is no limit the liability of the members. The members are responsible for the companies enter debt but can seeks the contribution from other members. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, members are responsible for the company's entire debt. കമ്പനിയുടെ എൻറ്റയർ ആയിട്ടുള്ള ഡെപ്റ്റിനും ആര് ബാധ്യസ്ഥരായിരിക്കും? ഈ മെമ്പേഴ്സ് ബാധ്യസ്ഥരായിരിക്കും. അത്തരത്തിലുള്ള കമ്പനികളാണ് എന്ന് പറയുന്ന അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സിനനുസരിച്ച് കമ്പനിയെ ക്ലാസിഫൈ ചെയ്തേക്കാണ്. 1% കമ്പനി introduced by the Companies Act 2013. The 1% companies allows a single person incorporate a company. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണ് ആ കമ്പനിയുടെ ഓൺ ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളാണ് എന്ന് പറയുന്നത് 1% കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് എന്ന് പറയുന്നത് OPC എന്ന് പറയുന്നത്. അത് 1% കമ്പനി എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ ലീഗൽ എൻറ്റിറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി അൺലൈക്സ് ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ ലീഗൽ എൻറ്റിറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെ ഉള്ള ഒന്നാണ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ളത് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഈ 1% കമ്പനി എന്ന് പറയുന്നത്. അടുത്താണ് പ്രൈവറ്റ് കമ്പനി. എ പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനി ഇവിടെ എന്താണ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എന്താ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്? ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ലിമിറ്റ്സ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ഇവരുടെ മെമ്പേഴ്സ് എത്രയാകാൻ പാടുള്ളൂ? മെമ്പേഴ്സിന് 200 പേര് വരെ ആകാൻ പാടുള്ളൂ. ആൻഡ് കനോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക്സ് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർസ്. അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനിയാണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ട്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ലിമിറ്റ്സ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200 ആൻഡ് cannot invite the publics to subscribe to its shares. ഇനി അടുത്താണ് സ്മോൾ കമ്പനി. എ സ്മോൾ കമ്പനി ഹാസ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അപ് ടു 50 lakh ആൻഡ് ടേൺ ഓവർ അപ് ടു 2 crores. അതായത് സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 50 ലക്ഷവും അപ് ടു 50 ലക്ഷം വരെ അപ് ടു 50 lakhs. അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയായിരിക്കാവുള്ളൂ? 2 കോടി വരെ ആകാവുള്ളൂ. അത്തരത്തിലുള്ള കമ്പനികളെയാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. സ്മോൾ കമ്പനികളുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 lakhും അതുപോലെ തന്നെ അവരുടെ ടേൺ ഓവർ അപ് ടു എത്രയായിരിക്കും? 2 crores വരെ ആകാവുള്ളൂ. ഇനി അടുത്താണ് പബ്ലിക് കമ്പനി. എ പബ്ലിക് കമ്പനി ഹാസ് no limit on the members of the shareholders. ഓർത്ത് വെക്കുക ഇവിടെ എന്താണ്? നോ ലിമിറ്റ് ആണ്. മറ്റേതിന് എത്രയായിരുന്നു? 200 അല്ലെ? പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താണ്? മെമ്പേഴ്സിന് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. എ പബ്ലിക് കമ്പനി ഹാസ് നോ ലിമിറ്റ് ഓൺ ദി മെമ്പേഴ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്യാൻ ഇൻവൈറ്റ് ദ പബ്ലിക്സ് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ്. ഇതിന് അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സ് എങ്കിലും വേണം? 7 മെമ്പേഴ്സ് എങ്കിലും വേണം. ഏത് കമ്പനി? പബ്ലിക് കമ്പനി. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ബേസ്ഡ് ഓൺ കൺട്രോൾ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. എ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ 1 or more സബ്സിഡിയറി കമ്പനി either by controlling their board or owning more than 50 of their shares. അതായത് ഒരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയറുകളും മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഏത് കമ്പനിയാണോ ഒരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയറുകൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ആ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും, ഏത് കമ്പനിയുടെ ഷെയറുകളാണോ ഹോൾഡ് ചെയ്യപ്പെട്ടത് ആ കമ്പനിയെ എന്താണ്? സബ്സിഡിയറി കമ്പനി എന്നാണ് പറയുന്നത്. അതാണ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. അടുത്തതാണ് അസോസിയേറ്റ് കമ്പനി. ദിസ് ഈസ് എ കമ്പനി ഇൻ വിച്ച് ദ അതർ കമ്പനി ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. ഒരു കമ്പനിയിൽ മറ്റൊരു കമ്പനിക്ക് എന്തുണ്ട്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ, അതായത് ആ ഒരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ മറ്റൊരു കമ്പനിയിലായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സബ്സിഡിയറി. പക്ഷേ ഇതെന്തല്ല? ഒരു സബ്സിഡിയറി അല്ല, അസോസിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും, പക്ഷേ എന്താണ്? സബ്സിഡിയറി ഒന്നുമല്ല, അസോസിയേറ്റ് കമ്പനിയാണ്.
ഓക്കെ, ബേസ്ഡ് ഓൺ ദ ആക്സസ് ടു ക്യാപിറ്റൽ ആക്സസിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനികളെ ക്ലാസിഫൈ ചെയ്യാണ്. ആദ്യത്തേതാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ലിസ്റ്റഡ് കമ്പനീസിൽ വരുന്നത്. എ കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഓൺ ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അൺലിസ്റ്റഡ് കമ്പനി, എ കമ്പനി ദാറ്റ് ഡു നോട്ട് ഹാവ് ഇറ്റ്സ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ്. അതായത് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിലെ സെക്യൂരിറ്റികളൊന്നും അല്ലെങ്കിൽ എന്താണ് ഷെയറുകൾ, അതുപോലുള്ള ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ, അങ്ങനെയുള്ള സെക്യൂരിറ്റികൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അൺലിസ്റ്റഡ് കമ്പനിയും ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ CC-യിൽ എന്താണ് പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 60 days ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസംബറിലെ നെറ്റ് JRF ക്രാക്ക് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. CC-യിലെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നെറ്റ് ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, CSIR, ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയൊക്കെ പോകുന്ന ക്ലാസ്സുകളാണ്. മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തതാണ് സ്പെഷ്യൽ ടൈപ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ആദ്യത്തേതാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കമ്പനി വേർ അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? 51% വരെ, ഒരു കമ്പനിയുടെ 51% വരെ ഷെയറുകളും ഹോൾഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഫോറിൻ കമ്പനി. അടുത്ത കമ്പനിയാണ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ബട്ട് കണ്ടക്ട്സ് ദ ബിസിനസ് ഇൻ ഇന്ത്യ. അതിന്റെ ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഐദർ ഡയറക്റ്റ് അല്ലെങ്കിൽ ഏജന്റ് വഴി അവരുടെ ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളാണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലും എന്താണ് അതിന്റെ ബിസിനസ്സുകൾ നടത്തുന്നത് ഇന്ത്യയിലും, അതായത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏജന്റ് വഴിയൊക്കെ ഇന്ത്യയിലും ആണ് എങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാകുക. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്ഷൻ 8 കമ്പനി. ദീസ് കമ്പനീസ് ആർ ഫോംഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ബൈ ലൈക്ക് പ്രൊമോട്ടിങ് എന്തൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്തേക്കുന്നത് ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ്. ലൈക്ക് എന്താണ്? പ്രൊമോട്ടിങ് കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികളാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത്. they reinvest the profit into their objectives and do not distribute dividend. ഇവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്? ആ കമ്പനിയിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാണ്. ഒരിക്കലും ഇവർ എന്ത് ചെയ്യുന്നില്ല? ഡിവിഡൻഡ് ആയിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കമ്പനികൾക്ക് ഉദാഹരണമാണ് പറഞ്ഞേക്കുന്നത് FICCI ഒക്കെ കേട്ടോ, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം സെക്ഷൻ 8 കമ്പനി ഓർത്ത് വെച്ചോണം. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനിയാണ് ഇത്. എന്താണ്? കൊമേഴ്സ്, ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ പ്രോഫിറ്റ് ഇവർ എന്ത് ചെയ്യാണ്? വീണ്ടും ആ ഒരു ഫേമിലേക്ക്, ആ ഒരു കമ്പനിയിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? ദ കോമൺ സീൽ ഓഫ് ദി കമ്പനി ഈസ് നൗ ഓപ്ഷണൽ അണ്ടർ ദ കമ്പനീസ് അമെൻഡ്മെന്റ് ആക്ട് 2015. നേരാണോ? നമ്മൾ പറഞ്ഞില്ലേ അസർഷൻ അനുസരിച്ച് എന്താണ്? ട്രൂ ആണല്ലേ. അതായത് 2015 പ്രകാരം 2015 കമ്പനീസ് അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം എന്ത് സംഭവിച്ചു? കോമൺ സീൽ എന്നുള്ളത് ഓപ്ഷണൽ ആക്കി. അപ്പോൾ അസർഷൻ ട്രൂ ആണ്. റീസൺ പറഞ്ഞേക്കാണ് എ കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഡസ് നോട്ട് റിക്വയർസ് എനി ഫിസിക്കൽ സിഗ്നേച്ചർ ഓൺ ലീഗൽ ഡോക്യുമെന്റ്. എന്താ പറയുന്നത്? എ കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഡസ് നോട്ട് റിക്വയർസ് എനി ഫിസിക്കൽ സിഗ്നേച്ചർ, അതിന് എന്ത് സാധിക്കത്തില്ല? ഫിസിക്കൽ ആയിട്ടുള്ള സിഗ്നേച്ചർ ലീഗൽ ഡോക്യുമെന്റ്സിലൊന്നും ഇടാനായിട്ട് സാധിക്കുന്നത്. ഇതും ശരിയാണ്. പക്ഷേ ഈ അസേഷനെ സാധൂകരിക്കുന്ന റീസൺ ആണോ? അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷേ റീസൺ അസേഷനെ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ആൻസർ വരുന്ന ഏതാണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അല്ലേ? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലേ? കറക്റ്റ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അടുത്തത് നോക്കിയാൽ അടുത്തത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1% കമ്പനീസ്
ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ. 1% കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ. റീസൺ ആയിട്ട് പറഞ്ഞേക്കാണ് 1% കമ്പനീസ് ആർ ഡിസൈൻഡ് ടു അലൗ സ്മോൾ ബിസിനസ് ടു ഓപ്പറേറ്റ് വിത്ത് ഫേവർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വൈൽ എൻജോയിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലിമിറ്റഡ് ലൈബിലിറ്റി. ഓർത്ത് വെച്ചേ, എന്താണ് 1% കമ്പനിയെ കുറിച്ചാണ് പറഞ്ഞത്. 1% കമ്പനി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ച സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ അസേഷനും റീസണും കറക്റ്റ് ആണോ? മാർക്ക് ചെയ്തോ? നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തോ? ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? സി അല്ലേ? അതായത് എന്താണ് 1% കമ്പനി, നമ്മുടെ ഓപ്ഷൻ ശരിയാണോ? അതായത് എ ഈസ് ഫോൾസ് ആണ് അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. 1% കമ്പനീസ് ഹാവ് മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ എന്നാണ് പറഞ്ഞേക്കുന്നത്. മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 1% കമ്പനി അലൗസ് എ സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺസ് ടു ഓപ്പറേറ്റ് എ കമ്പനീസ് പ്രൊവൈഡിങ് എ ലിമിറ്റഡ് ലൈബിലിറ്റി ബെനിഫിറ്റ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലൈബിലിറ്റി ബെനിഫിറ്റ് ഓഫർ ചെയ്തുകൊണ്ട് അല്ലേ, ലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ബെനിഫിറ്റ് ഓഫർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തി നടത്തുന്ന ബിസിനസ് അല്ലെങ്കിൽ നടത്തുന്ന കമ്പനിയാണ് 1% കമ്പനി എന്ന് പറയുന്നത്. ബട്ട് കനോട്ട് ഹാവ് മോർ ദാൻ വൺ ഷെയർ ഹോൾഡർ. ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. അടുത്ത നോക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എ പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ ഹാവ് അപ് ടു എത്രയാണ്? 500 മെമ്പേഴ്സ്. അപ് ടു 500 അല്ലേ? 500 മെമ്പേഴ്സ് അതായത് എന്താണ് പ്രൈവറ്റ് കമ്പനിയിൽ ആണോ? നമ്മൾ പറഞ്ഞല്ലേ എത്രയായിരുന്നു പറ്റുന്നത്? 200. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം ഓഫ് 7 മെമ്പേഴ്സ്. അത് ശരിയാ അല്ലേ? പബ്ലിക് കമ്പനിയിൽ എത്രയാണ്? മിനിമം 7 മെമ്പേഴ്സ് വേണം. അപ്പം ഈ ആൻസർ ഏതാ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? നോക്കിയേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഹാവ് മാക്സിമം എത്രയേ പറ്റത്തുള്ളൂ? 200 മെമ്പേഴ്സേ പറ്റത്തുള്ളൂ, 500 അല്ല. അപ്പം അത് തെറ്റായിരുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം ഓഫ് 7 മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തതൊന്ന് നോക്കിയേ, എ ഹോൾഡിംഗ് കമ്പനി can hold more than 50% of the shares of subsidiary. ശരിയല്ലേ? ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയുടെ അല്ലെ സബ്സിഡിയറി കമ്പനിയുടെ ഷെയറുകളിൽ 50% കൂടുതലും ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്തത് എന്താണ്? ആൻ അസോസിയേറ്റ് കമ്പനി ഈസ് വൺ വേർ അനദർ കമ്പനി ഹോൾഡ് 50% ഓർ മോർ ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ. ആണോ? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അസോസിയേറ്റ് കമ്പനി 50% കൂടുതലായിരുന്നോ ഹോൾഡ് ചെയ്തിരുന്നത്? അല്ലെങ്കിൽ ഇരുന്നത് 20% ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. എ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ദ സബ്സിഡിയറി ബൈ ഓണിംഗ് ദ മോർ ദാൻ 50% ഓഫ് ദി ഷെയർ. അപ്പോൾ അത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് 50% കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ മറ്റത് എന്താണ്? 20% ആയിരുന്നു, തന്നിരുന്ന 50 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് കമ്പനിയുടെ കേസിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് 60 ഡേയ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്